നഗരസഭയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും പാലക്കാട് ബിജെപിയിൽ ചേരിപ്പോര് തുടരുകയാണ്. ബിജെപി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ നീക്കവുമായി എതിർപക്ഷം. പട്ടിക്കരയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് 117 പേർ ഒപ്പിട്ട പരാതി RSSന് കൈമാറി. അതേസമയം പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നാണ് ഇ കൃഷ്ണദാസ് പറയുന്നത്. നിൽക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അതിനുള്ള ഉത്തരമാണ്. ഇത്തരത്തിലുള്ള ഒരു സംഗതിയും ഞങ്ങളെ പിന്നോട്ട് അടുപ്പിക്കുന്നില്ല. പാത മുന്നോട്ടാണ്. വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ്. അത് നിങ്ങളുടെ അനുമാനം മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടാണ്. അല്ല, അത് തീർത്തും അത് തെറ്റായ ഒരു വാർത്തയാണ്. പാർട്ടിയാണ് ആരാണ് ചെയർമാൻ ആവേണ്ടത്, ആരാണ് മറ്റ് സ്ഥാനങ്ങൾ വഹിക്കേണ്ടത് എന്ന് പാർട്ടിയുടെ ഉന്നതരാണ് തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്കല്ല മത്സരിക്കുന്നത്. പട്ടിക്കരയിലെ സാധാരണക്കാരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ്. ഗോകുൽ വേസ്തന്റെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഗോകുൽ, 117 പേർ ഒപ്പുവെച്ച ഒരു അപേക്ഷയാണ് RSS കാര്യാലയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്ക്രീനിന്റെ, അതായത് ഈ വാർത്ത വ്യാജമാണ് അല്ലെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് കൃഷ്ണദാസ് പറയുന്ന ആ സ്ക്രീനിന്റെ വലതുവശത്ത് നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ പറയുക മാത്രമേ ഈ സമയത്ത് അവർക്ക് മുന്നിലുള്ള വഴിയുള്ളൂ എങ്കിലും ഈ ചേരിപ്പോര് വളരെ പ്രകടമാണ്. തീർച്ചയായും, അതായത് കൃഷ്ണദാസ് പറയുന്നൊരു കാര്യം ഇത്തരത്തിലൊരു കത്ത് ഇല്ല എന്നല്ല, മറിച്ച് അതിന് പിന്നിൽ കൃഷ്ണകുമാറാണെന്ന് താൻ കരുതുന്നില്ല, അല്ലെങ്കിൽ കൃഷ്ണകുമാർ പക്ഷമാണെന്ന് താൻ കരുതുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പരസ്യമായി തന്നെ ഒന്നും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നോ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. 117 പേർ ഒപ്പിട്ട പരാതിയാണ് RSSന് പോകുന്നത്. ഈ പരാതിയിൽ പറയുന്നത് കൃഷ്ണദാസിനെ മാറ്റണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. കുറെ നാളുകളായി പാലക്കാട് BJPയിൽ ശക്തമായ സംഘർഷം, പരസ്പര സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. ഇതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു കത്ത് വന്നത്. ഈ കത്തിൽ അതിന് നേതൃത്വം നൽകുന്നതും ആ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നതും ഭൂരിപക്ഷം സംഘപരിവാറുമായി അടുത്തു നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സംഘപരിവാറുമായി അനുഭാവമുള്ള ആളുകളാണ്. അപ്പോൾ ഈ തരത്തിൽ ആണ് ഈ വിഷയം ചർച്ച ചെയ്ത് വരുന്നു. കൃഷ്ണകുമാർ പക്ഷത്തുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഒരു പരസ്യമായ രഹസ്യം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ BJPയിലെ സംഘർഷം വീണ്ടും വരികയാണ്. ഇതിനെ ചൊല്ലിയുള്ള പരാതികളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ശക്തമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്.